ഹലോ ഗേസ്, ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. രണ്ടാമത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വണ്ടി ട്രെയിനകത്താണെങ്കിൽ ഭയങ്കര കുലുക്കവും അതുപോലെ തന്നെ ആൾക്കാരിങ്ങനെ ചായ വട അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ട് എങ്ങ് പോവുക. രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ബഹളം കാരണം. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന് എങ്ങനെയൊക്കെയോ 5 മണിയായപ്പോൾ എണ്ണിറ്റിട്ടും അവിടുന്ന് ഉറക്കമില്ലാതെ എങ്ങനെയും ഞാൻ സത്യം പറഞ്ഞാൽ കിടന്നപ്പം ഒരു 8 മണി 9 മണിയായിട്ട് എണ്ണിക്കത്തുള്ളതെന്ന് പറഞ്ഞൊക്കെയാണ് കിടന്നത്. പക്ഷെ അത് നടന്നില്ല. 5 മണി 6 മണിയായപ്പം ഞങ്ങൾ എനിക്കൊന്ന് വിജയവാഡയാണെന്ന് തോന്നുന്നു അവിടെ എത്തിയിട്ട് പിന്നെ പല്ലൊക്കെ തേച്ചു. അവിടെ കുറേ നേരം വണ്ടി നിർത്തിയിട്ട് വിജയവാഡയിൽ കുറേ നേരം അവിടെ വണ്ടി ഒരു 10-15 മിനിറ്റോടെ നിർത്തിയിട്ടിരുന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും ട്രെയിൻ എടുത്തു. അങ്ങനെ വണ്ടിയിൽ കയറിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രെഡും പഴവും ജാമും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ രാവിലത്തെ ദിവസം അങ്ങ് കഴിച്ചു കൂട്ടി. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ തന്നെ വളരെ രസമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഇവിടെ കൂടുതലും കൃഷിയാണ്. ഈ സമയത്ത് ഇപ്പോൾ എല്ലാം തരിശുഭൂമിയായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു വിളവൊക്കെ എടുത്തിട്ടിരിക്കുവാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാവാണ്. കൊച്ചു കൊച്ചു മാവുകൾ, അത് നിറയെ മാങ്ങകൾ ഇങ്ങനെ ഞൊരച്ച് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ പോകുന്ന വഴി കുറേ മയിലിനെയും മാനിനെയും അങ്ങനെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങിരുന്നു. അങ്ങനത്തേക്ക് ഒരു 9 മണി സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രെഡും പഴവും ജാമും കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഘുവായിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബിരിയാണിയും പിന്നെ ചോറും ചപ്പാത്തിയൊക്കെ ആയിരുന്നു. പക്ഷേ ബിരിയാണി ഒരു കണക്ഷന് കൊള്ളത്തില്ല. പക്ഷേ അതിൻ്റെയും കൂടി ചോറ് നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കറികളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്. മാവും തോപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് 12 മണി സമയമായപ്പോഴാണ് ആ ഒരു അവസ്ഥ ഞങ്ങൾ അറിയുന്നത്. ചൂടെന്ന് പറഞ്ഞാൽ ചൂട് കാറ്റങ്ങ് വീശി നമ്മുടെ ഈ ട്രെയിൻ ഫുള്ളങ്ങ് ചുട്ടുപൊള്ളുന്ന ചൂടായിപ്പോയി. വിയർത്തൊഴുകുകയും ചെയ്യുവാണ്. പൊടിക്കാറ്റുകൾ വീശുന്ന ആകെ ആ ഒരു ചൂട് മാത്രമുള്ളൊരു ദുരന്തമുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തത്. സ്ലീപ്പർ ടിക്കറ്റിന് ഏകദേശം ഒരു കായംകുളത്തു നിന്ന് ഗോരഖ്പൂർ വരെ 1095 രൂപയേ ഉള്ളായിരുന്നു. അങ്ങനെ ചൂടൊക്കെ സഹിച്ച് കുറച്ച് നേരം ഉച്ചമയക്കത്തിന് കയറി. ഉച്ചമയക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയങ്ങാനേ പറ്റത്തില്ല, അമ്മാതിരി ചൂടായിരുന്നു. അങ്ങനെ ഫോണിലും കളിച്ച് കുറച്ച് നേരം ഓരോ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ സമയം പോക്കി. അതിൻ്റെ ഇടയിൽ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്, അതും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചായ ടൈമായി. അങ്ങനെ ചായയും മിച്ചറും കൂടി ഞങ്ങൾ കഴിച്ചു. ആ സമയത്ത് ചായ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുക്കുംബറില്ലേ, കുക്കുംബർ വന്നിരിക്കുന്നു. കുക്കുംബർ കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ അതിൻ്റെ അവരരിയുന്ന സ്റ്റൈലിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അതും വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര ചൂട് കാരണം നമുക്ക് എന്തെങ്കിലും തണുത്തൊക്കെ കഴിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ ഒന്നും തണുത്തതൊന്നും കിട്ടത്തില്ല. മിനറൽ വാട്ടർ പോലും നമുക്ക് വെറും ചൂടുവെള്ളമായിട്ടാണ് കിട്ടുന്നത്. അല്ലേ പിന്നെ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മളങ്ങനെ പോയി വാങ്ങണം. അത് വലിയ പാടാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ മാങ്ങ ഉണ്ടായിരുന്നു, അത് ചെത്തിപ്പൊളി കഴിച്ച്. അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ പിന്നെയും ചോറ്, മുട്ടക്കറി, ചപ്പാത്തി, ബിരിയാണി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പോയി.